മോളെന്താ കണ്ടേ? കൊച്ചി പറ, കൊച്ചെന്താ കണ്ടേ? നിങ്ങളൊക്കെ ഡാൻസ് കളിച്ച് പിന്നെ ആ മാമനെ. അയ്യോ മോളെ, ആ മാമന് ഞങ്ങളോട് ഗെയിം കളിച്ചതാ, അല്ലാതെ പിന്നെ മാമൻ എന്താ ഒന്നും മിണ്ടാത്തേ? കള്ളനും പോലീസും കളിച്ചതാ. ആ മാമനായിരുന്നു കള്ളൻ. കളിച്ച് കളിച്ച് ആ മാമൻ ടയേർഡായിപ്പോയി, അതാണ് കിടക്കുന്നത്. മോക്ക് കളിക്കണോ? ഉറങ്ങിയോ? കരഞ്ഞു കരഞ്ഞ് ഉറങ്ങി പാവം. ആരാ അതിനെ ഇവിടെ കൊണ്ടുവന്നേ? ചോദിച്ച കേട്ടില്ലേ, ആരാ പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നേന്ന്? ആ മൂലയ്ക്ക് കിടക്കുന്നവന്റെ കൂടെ നിന്നെ അങ്ങ് കത്തിക്കട്ടെ. ഭാബി, അത് പിന്നെ എനിക്ക് തോന്നുന്നത്. ആ തോന്നുന്നത് പറയ. അല്ല, അത് വണ്ടിക്കകത്ത് എങ്ങനെ കയറി? പിന്നെ ഇതിനകത്ത് എങ്ങനെ കയറി? നിന്നോടാരാ മുരുകന്റെ വീട്ടിൽ പോയി സാധനം എടുക്കാൻ പറഞ്ഞ്? എൻ്റെ പൊന്ന് ഭാബി, അപ്പോഴത്തെ ആവേശത്തിൽ അത് സംഭവിച്ചു പോയി. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളാ? നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ സമയം എന്തായി? 12:30 കാണും. 12:30. നാളെ രാവിലെ 8 മണിക്ക് ഞാനിവിടെ വന്ന് നോക്കുമ്പോ അതിനെ ഇവിടെ കാണരുത്. എവിടെയും കൊണ്ട് കളഞ്ഞോണം. അഥവാ നാളെ അതിവിടെ ഉണ്ടെങ്കിൽ നിന്ന് കത്ത് നീയെല്ലാം. ആ, നീ ഇതുവരെ പോയില്ലേ? നിങ്ങളൊരു തീരുമാനം പറയാൻ ഞാൻ ഇവിടെ പോകാനാ? ഓരോ ഏണിയും തൂക്കിയെടുത്തോണ്ട് വന്നോളും. എടാ, പലതരം ആൾക്കാർ താമസിക്കുന്ന ലോഡ്ജായത്. അങ്ങനെയുള്ളിടത്താണോ ഒരു കൊച്ചു പെണ്ണിനെ? എടാ, എവനോ ബോധമില്ല. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എൻ്റെ അച്ഛൻ, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് റൂം വൃത്തിയാക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന്? അതിനൊരു ഈർക്കിൽ കഷ്ണത്തിൻ്റെ അത്രയും ഉള്ളൊരു കൊച്ചു പെണ്ണിനെയാണോ ഇവിടെ നിർത്തുന്നത്? ഇവനൊക്കെ ബംഗാളികളാണോ ബംഗ്ലാദേശുകാരാണോ എന്നൊക്കെ സംശയമുണ്ട്. ഓരോരുത്തൻ്റെയും തനി ഗുണം എന്താണെന്ന് ആർക്കറിയാം? നിന്റെ വാക്യാതെന്താണെന്നറി? നിനക്കൊന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്തോന്ന് ചെയ്യാനാ ഈ കാര്യത്തിൽ? നിന്റെയൊക്കെ പാപിത്തള്ള വന്ന് എന്നെ തല്ലിക്കൊന്നാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. വയസ്സുകാലത്ത് ജയിലിൽ കിടക്കണേക്കാളും ഭേദം അതാണ്. കാര്യം, നിന്നെയൊക്കെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല. എന്നാലും മോനായിപ്പോയതുകൊണ്ട് പറയുവാണ്. ഇത് പണിയാകും, പുലിവാലി കേസാണ്, ഒഴിവാക്കി വിട്ടേരെ. അപ്പൊ നിങ്ങളെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല? ഒരു മാറ്റവും ഇല്ല.